ഇപ്പോൾ MM ഹസൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവർ വച്ചിട്ടുള്ള ആ ആവശ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതികരണം അവരോട് അറിയിച്ചു കഴിഞ്ഞു. പക്ഷെ അവർക്കെല്ലാവർക്കും മറ്റ് ഘടകകക്ഷികളൊക്കെ കൂടിയാലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ യോഗത്തിൽ മുസ്ലിം ലീഗ് കൂടിയാലോചന നടത്തി ഒരു തീരുമാനം പറയാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് അവരും കൂടിയാലോചന നടത്തി തീരുമാനം പറയുമ്പോൾ എല്ലാ കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ പറയും. ഇല്ല, ചർച്ചകളൊക്കെ കഴിഞ്ഞു. അവരുടെ മുസ്ലിം ലീഗിൻ്റെ തങ്ങളുടെ സാന്നിധ്യത്തിൽ അവർ യോഗം നടത്താൻ അവർക്ക് സാധിക്കാതെ കൊണ്ട് അവരുടനെ കൂടി തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇന്നലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് KPCCയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നലെ അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെ തേക്കിക്കാട് മൈതാനത്തിൽ വന്ന് നടത്തിയത്. ഓരോ പാർട്ടികളും അവരുടെ പ്രിപ്പറേഷൻ നന്നായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് സ്ഥാനാർത്ഥി നിർണയം. അപ്പോൾ ഈ 14-ാം തീയതി ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. KPCC കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള MP-മാർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് AICC നേതൃത്വം അവരോട് പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്നലെ കൂടിയ KPCC ഇലക്ഷൻ കമ്മിറ്റി അവർ തീരുമാനമെടുത്തത്. നിലവിലുള്ള MP-മാരുടെ കാര്യത്തിലും ഇനി 2 സീറ്റിൽ വരുന്ന ഒഴിവിൻ്റെ കാര്യത്തിലും ഇലക്ഷൻ കമ്മിറ്റി മെമ്പർമാരുടെ എല്ലാം അഭിപ്രായം കേട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ശ്രീ രമേശ് ചെന്നിത്തലയും എന്നെയും അടക്കം ഒരു ഉപസമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കും. അല്ല, അവർ സീറ്റ് വിഭജനത്തെക്കുറിച്ച് നമ്മൾ അന്തിമമായി 14-ാം തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഘടകകക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയാണ്. അതിനാവശ്യമായ ചർച്ചകൾ നടത്തി സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ കേരളത്തിലെ അംഗങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ അഭിപ്രായങ്ങളും അവർ നൽകുന്ന പേരുകളും ഒക്കെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെയല്ല അങ്ങനെ തീരുമാനം അതല്ല. ഈ നിലവിലുള്ള MP-മാർ അവരുടെ എല്ലാം സംസാരിച്ച് ബാക്കി ഇലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളോടെല്ലാം സംസാരിച്ച ശേഷം നിലവിലുള്ള MP-മാർ തുടരണമെന്ന അഭിപ്രായമുള്ളിടത്ത് അവർ തുടരും. ആ റെക്കമെൻഡേഷനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ. അല്ലാത്ത സ്ഥലങ്ങളാണ് ആലപ്പുഴയും. അവിടെ ആര് നല്ല സ്ഥാനാർത്ഥി എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത്. വി ആർ നോട്ട് ദി കോമ്പീറ്റൻറ്റ് കമ്മിറ്റി. ഞങ്ങൾ ഇലക്ഷൻ പ്രോസസ്സിംഗ് കമ്മിറ്റിക്കും ഹൈക്കമാൻഡിനും ഞങ്ങളുടെ ശുപാർശകൾ സമർപ്പിക്കും. ഒരുപാട് പേരുടെ ചിത്രമുണ്ട്. അല്ലല്ല, ഒരു കനൽ തരിയില്ല. അവിടെ കനലും ഇല്ല, തരിയുമില്ല. കോൺഗ്രസിനകത്ത് ഈ 2 പാർലമെൻറ്റ് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യരായ 1/2 ഡസൻ ആളുകളെങ്കിലും ഉണ്ട്. സ്ഥാനാർത്ഥികളുടെ നിർണയത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് തീരുമാനിക്കും. എല്ലാവരുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾ, വനിതകൾ, ദളിത് സമൂഹത്തിൽപ്പെട്ടവർ, അവർക്കാണല്ലോ മുൻഗണന.